ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് കേരള ക്രൈം ഫയൽ സീസൺ 2 ആണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ഒരു വെബ് സീരീസ് എന്നുള്ള ലേബലിലായിരുന്നു സീസൺ 1 വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് 2ലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അഹമ്മദ് കബീർ ആണ് സീസൺ സംവിധാനം ചെയ്തിരിക്കുന്നത്. റൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കിഷ്കിന്ത കാണ്ട എന്ന സിനിമയുടെ റൈറ്റർ ആയിട്ടുള്ള ബാഹുൽ രമേശ് ആണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടിലേക്കും സ്ഥലത്തിലേക്കും ഒക്കെയാണ് ഇത്തവണ കഥ സഞ്ചരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ മെയിൻ ലീഡ് എന്ന് പറയുന്നത് അജു വർഗീസിന്റെ ക്യാരക്ടർ ആയിരുന്നു. എന്നാൽ ഇത്തവണ പുതിയ കേസ്, പുതിയ സ്ഥലം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കഥ പോകുന്നത് നോബിൾ എന്ന പുതിയ ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്കാണ്. അക്ഷയ് രാധാകൃഷ്ണനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം നമ്മുടെ മുൻ സീസണിൽ ഉണ്ടായിരുന്ന ലാലിന്റെ കഥാപാത്രവും അതുപോലെ തന്നെ അജു വർഗീസിന്റെ കഥാപാത്രവും ഒക്കെ ഇതിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സീസണിലെ ഹീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ തിരക്കഥയാണെന്ന് ഞാൻ പറയും. കാരണം വേറൊന്നുമല്ല, അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എഴുത്താണ്. മാത്രമല്ല ഒട്ടും സ്പൂൺ ഫീഡ് ചെയ്യാതെ വളരെ അടിപൊളിയായിട്ടാണ് ആ ഒരു റൈറ്റിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനെ അത്രത്തോളം മനോഹരമാക്കിയിട്ടാണ് സ്ക്രീനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സോ റൈറ്ററിന്റെ ആ ഒരു സ്കില്ല് ശരിക്കും പറഞ്ഞാൽ കിഷ്കിന്ത കണ്ടത്തിൽ ഉണ്ടായിരുന്ന അതേ ഒരു മൂഡ് മറ്റൊരു തരത്തിലേക്ക് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്ര രസകരമായിട്ടാണ് ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് തൊട്ട് ഓഡിയൻസിന് കിട്ടുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ലാസ്റ്റ് എപ്പിസോഡ് വരേക്കും കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ മെയിൻ ആയിട്ട് സ്റ്റോറി നറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നായയിൽ നിന്നാണ്. അതിനിടയിൽ പല നായ്ക്കളും വന്നു പോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര രസമായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കാണിക്കുന്ന ഒരു നായയുടെ മുഖമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് കഥയുടെ പശ്ചാത്തലം പോയിക്കൊണ്ടിരിക്കുന്നത് പല തരങ്ങളിലേക്കാണ്. മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ക്രൂക്കഡ് ആയിട്ടുള്ള ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഇതിനകത്ത് കാണാൻ പറ്റും. ഇനി പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ ആദ്യം ഞെട്ടിച്ചത് രണ്ട് പേരാണ്. അതിലൊന്ന് ഇന്ദ്രൻ ചേട്ടനും രണ്ട് ഹരിശ്രീ അശോകൻ ചേട്ടനുമാണ്. ഇതിലെ ഇന്ദ്രൻ ചേട്ടന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നോക്കിലും വാക്കിലും എല്ലാം മൂർച്ചയേറിയ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യൻ, എന്നാൽ ആർക്കും പിടി കൊടുക്കാത്ത ഒരു കഥാപാത്രം. ഹരിശ്രീ അശോകൻ ചേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സൈലന്റ് ആണ്, കാം ആൻഡ് ക്വയറ്റ് ആണ്. ബട്ട് അയാളുടെ ഉള്ളിൽ ഇങ്ങനെ കത്തി എരിയുന്ന എന്തോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള രണ്ട് എക്സ്ട്രീമുകളിൽ നിൽക്കുന്ന പല ടൈപ്പ് ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രധാന കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള അമ്പിളിരാജൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പെട്ടെന്ന് കാണാതാവുകയാണ്. അയാളുടെ ഒരു തിരോധാനത്തെ തുടർന്നുള്ള ഒരു അന്വേഷണമാണ് ഈ ഒരു സീരീസിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഒപ്പം തന്നെ നോബിൾ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ആദ്യത്തെ പോസ്റ്റിങ്ങും ആ സ്റ്റേഷനിലേക്കാണ്. അയാൾക്ക് ആദ്യം കിട്ടുന്ന കേസും ഇത്രയും വലിയൊരു കേസാണ്. അതിന്റെ പതർച്ചയെല്ലാം അക്ഷയ് രാധാകൃഷ്ണൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എസ്പെഷ്യലി നമ്മൾ അധികം കേൾവി ഇല്ലാതെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് പതർച്ചയുള്ള ഒരു പോലീസുകാരനാണ്, അയാളുടെ ആദ്യത്തെ കേസാണ്, എങ്ങനെയെങ്കിലും അയാൾക്കത് തെളിയിക്കുക, അയാളുടെ ആ ഒരു കരിയറിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമാണ്. ബട്ട് അയാള് തന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ഓഫീസറിനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്: ചേട്ടാ, എനിക്ക് മെഡലൊന്നും മേടിക്കണമെന്നില്ല, പക്ഷെ ആരെ കൊണ്ട് പറയിപ്പിക്കരുതെന്നുണ്ട്. മാത്രമല്ല എനിക്ക് അങ്ങനെ ഈഗോയോ മറ്റു പ്രശ്നങ്ങളോ ഉള്ള ഒരാളല്ല. അതുകൊണ്ട് ചേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയണം, അതൊന്നും മനസ്സ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഡയലോഗ് ഉണ്ട്. സോ അതിൽ നിന്ന് തന്നെ ആ ഒരു തുടക്കക്കാരന്റെ പതർച്ചയും അയാൾ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളും പ്രഷറുകളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കഥ പല തരങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ പല തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ്. ഒപ്പം തന്നെ ഇതിനകത്ത് രണ്ട് ക്യാരക്ടേഴ്സിന്റെ ബന്ധം ഡീറ്റെയിൽ ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. ആ പോർഷനിൽ ഇവരുടെ ക്യാരക്ടേഴ്സിന്റെ ബന്ധം എങ്ങനെയാണെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിചിത്രമായിട്ടുള്ള സ്റ്റൈലാണ് ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ബട്ട് നമ്മൾ ഈ ഒരു സീരീസിലേക്ക് കാണുമ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയന്റ് ആയിട്ടുള്ള കുറെ എക്സ്ട്രീം ക്യാരക്ടേഴ്സിനെ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടും. അതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പല കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ളത് ഫറാഷ് ഷുബ്ല ഡോക്ടറിന്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രഞ്ജിത്ത് ശേഖർ, പുള്ളിക്കാരൻ ഈ ഒരു സീരീസിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. ബട്ട് പുള്ളിക്ക് അധികം ഒന്നും ചെയ്യാനില്ല, എന്നാൽ എല്ലാ ലീഡുകളിലും പുള്ളിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. പിന്നുള്ളത് ജിയോ ബേബി. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു വേരിയന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. പുള്ളി എന്താണ് എന്തൊക്കെയോ മറയ്ക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് അങ്ങനെ പോകുന്ന ഒരു ഓഫീസറാണ്. അയാൾക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. അയാൾ എന്തിനൊക്കെയോ പേടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ജിയോ ബേബി. പക്ഷെ അടിപൊളി ഒരു ക്യാരക്ടർ ആയിരുന്നു. ഫാസ് വളിക്കുന്നു സഞ്ജു, നൂറിൻ, സിറാജുദ്ദീനൊക്കെ നമ്മുടെ RDXലെ ഇടിക്കാരൻ. അയാൾക്ക് അതിനകത്ത് നിന്നൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അതും നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ കഥയുടെ ഒരു നീക്കത്തിനനുസരിച്ച് തന്നെ
അജു വർഗീസിന്റെ കഥാപാത്രവും ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അജു വർഗീസിന്റെ പെർഫോമൻസ് KGF-ന്റെ ഫസ്റ്റ് സീസൺ വന്നപ്പോഴും പറഞ്ഞിരുന്നു, പുള്ളിക്കാരൻ പക്വതയുള്ള ഒരു ഓഫീസറിനെ പോലെയാണ് അതിനകത്ത് പെരുമാറിയിരുന്നത്. സോ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഭയങ്കര നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിയുടെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ കൈ നിടുന്ന സാധനങ്ങളോ ഒന്നുമല്ല. ആ ഒരു ക്യാരക്ടർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് മാത്രം കൈ നിട്ടു, അതിനെ അത്രയും നാച്ചുറൽ ആയിട്ട് പുള്ളി അത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ പെർഫോമൻസ് വൈസ് ലാലാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒക്കെ നൈസായിട്ട് തന്നെയാണ് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. നൂറിനൊക്കെ ചെറിയൊരു വേഷമാണെങ്കിൽ പോലും കുഴപ്പമില്ല, നമുക്കതൊരു ആ ഒരു കഥാപാത്രത്തിന്റെ ഫീലിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറെ കാര്യങ്ങളുണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്. സോ പിന്നെ ഇതിന്റെ മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ അടിപൊളി രസമാണ് കേട്ടോ. ചില ഏരിയാസിൽ ഒരു വയലിന്റെ ഒരു സാധനം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്, എന്റെ അമ്മോ കിഡു ഐറ്റമാണത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇമോഷൻസിന്റെ കാര്യത്തിൽ ചിലയിടങ്ങളിൽ അത് വർക്ക് ചെയ്യുന്ന രീതിയുണ്ട്, അത് ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്, അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു എലമെന്റിൽ രണ്ട് ചിരികളുണ്ട്. അമ്പോ അത് ഭയങ്കര രസമാണ്. ആ ഒരു സമയത്ത് BGM-ഉം വിഷ്വലൈസേഷനും ആ ചിരികളുടെയും ഇമോഷൻ എല്ലാം വേറെ ലെവലിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. ഞെട്ടിക്കുന്ന ഒരു 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 സിറ്റുവേഷൻ ആണ്. അതിനെ എങ്ങനെ അത് ആ രീതിയിൽ എഴുതി വെച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ മെയിൻ എല്ലാ എപ്പിസോഡ്സും അത്യാവശ്യം ശ്രദ്ധിച്ചിരുന്ന് കാണുക. കാരണം ഇതിനകത്ത് ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒരു പരിപാടികളും ഇല്ല. കേൾക്കുക, മനസ്സിലാക്കുക, കേട്ട് കേട്ട് കാര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളൊരു സ്റ്റൈലാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. സോ ഇത്തവണയും അഹമ്മദ് കബീർ അടിപൊളി ഒരു സീസണാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കൂടുതലൊന്നും പറയാനില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. ഇൻഷോർട്ട് മാലു ഈ സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ ഇത് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ ശ്രമിക്കുക. 4-5 ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. സോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.